നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കേരളത്തിലെ 3 മുന്നണികളും കടന്നു എന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. എന്തായാലും UDF സീറ്റ് വിഭജന ചർച്ചകൾ ഏകദേശം പൂർത്തിയാക്കിയതായുള്ള അനൌദ്യോഗിക വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. LDF ആവട്ടെ നിലവിലുള്ള സീറ്റ് ധാരണ തന്നെ തുടർന്നുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് NDAയിൽ എങ്ങനെയായിരിക്കും ഈ സീറ്റ് വിഭജനം നടക്കുക, ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ എന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ളത് മോദിയുടെയും കൂട്ടരുടെയും ഏറ്റവും വലിയ ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. NDAയിലും അനൗപചാരികമായി തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള ഒരു നീക്കത്തിനിടയിൽ കേരളത്തിന് പ്രഥമ പരിഗണന തന്നെയാണ് മോദി നൽകുന്നതും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്നും BDJSന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. ഇത് BJP വൃത്തങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത്. അതേസമയം തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയമല്ല മറിച്ച് ഇടുക്കിയിൽ മത്സരിക്കാനാണ് താല്പര്യമെന്നും പറയപ്പെടുന്നുണ്ട്. ആ സീറ്റ് ലഭിക്കുന്നില്ല, ഇന്ത്യയിലെ സഖ്യകക്ഷിയായ BDJSന് ആ സീറ്റ് ലഭിക്കില്ല എങ്കിൽ തങ്ങൾ മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്നാണ് BDJSുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. തൃശ്ശൂരിൽ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച മട്ട് തന്നെയാണ്. അവിടെ സുരേഷ് ഗോപി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. മറ്റുള്ള മണ്ഡലങ്ങൾ, പ്രത്യേകിച്ചും A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് BJP വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിൽ പ്രബലരായ ആളുകളെ ഇറക്കാൻ തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്. PC ജോർജ് സമീപകാലത്ത് ജനപക്ഷത്ത് നിന്നും NDAയിലേക്ക് ചേർന്ന PC ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകളുണ്ട് എന്നും പറയപ്പെടുന്നു. എന്തായാലും തിരുവനന്തപുരം തന്നെയാണ് ഒരു വലിയ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വലിയ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള ഇടം. നമുക്കറിയാം അവിടെ കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെയായിരിക്കും ഈ വർഷവും മത്സര രംഗത്തുണ്ടാവുക. അങ്ങനെ ശശി തരൂരിനെ പോലെ ഒരു ദേശീയ ശ്രദ്ധ നേടുന്ന നേതാവ് തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായും BJP അവിടെ ഒരു കേന്ദ്ര നേതാവിനെ ഇറക്കാനുള്ള സാധ്യതകൾ അധികമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി കേന്ദ്ര നേതാവ് തന്നെ എത്തും എന്നുള്ള സൂചനകൾ വന്നിരിക്കുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമനെയാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിമാരായ S ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ആറ്റിങ്ങലിൽ V മുരളീധരൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. എന്തായാലും നിർമ്മല സീതാരാമൻ ആണെങ്കിലും S ജയശങ്കർ ആണെങ്കിലും തീർച്ചയായും അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടം ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് BJPക്ക് വലിയ ഹോൾഡുള്ള ഒരു സ്ഥലമാണ്. മുൻപ് BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നൽകിയ ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്ര നേതാവ് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര വലിയ നേതാക്കന്മാരെ ഇറക്കാമോ അത്ര വലിയ വമ്പൻ നേതാക്കളെ തന്നെ ഇറക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുക്കാനാണ് BJPയുടെയും തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.